ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ ബിരിയാണി. നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്ത് പ്രോമിസ് കിച്ചണിലെ നജീബ് എത്തിയിട്ടുണ്ട്. ഏതാ മീന്? നമ്മളെ ചെമ്പല്ലി. 2 മീനാട്ടോ. ഏകദേശം ഒരു 1.25 കിലോ ഉണ്ട് അല്ലേ? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പൊടി, ഉപ്പ്, കുറച്ച് വിനാഗിരി, കോൺഫ്ലവർ പൊടി കേട്ടോ. നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ലേശം വെള്ളം ഒഴിക്കുക, ലൂസാക്കട്ടത് ലൂസാക്കിയിരിക്കുക. ഏകദേശം ഈ ലൂസ് വേണം കേട്ടോ. അല്ലേ, ഈ ലൂസ് വേണം എപ്പോഴും മസാലയ്ക്ക് മീൻ കുഴക്കുമ്പോൾ കേട്ടോ. നമ്മൾ ചിക്കനിലേക്ക് ടൈറ്റ് കുഴപ്പമില്ല, പക്ഷെ മീനിലേക്ക് മസാല വെക്കുമ്പോൾ കുറച്ച് ലൂസ് വേണം. ഇതാക്കി മീൻ ഇതായിരിക്കും ചെമ്പല്ലി. ഫിഷ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ മസാല അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുക്കി പൊരിക്കരുത്. മുക്കി പൊരിച്ചാൽ മീൻ പൊടിഞ്ഞു പോകും. നമ്മൾ തവ ചെയ്യാം. ഫ്രൈ പാനിൽ തവ ചെയ്തെടുക്കുക. നമ്മൾ ഉണ്ടാക്കാൻ പോണത് മീൻ ബിരിയാണി മസാല. ചെമ്പ് ചൂടായി വന്നതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സവാള 600 ഗ്രാം സവാള കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, ഒരു 4 തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി 2 ടേബിൾ സ്പൂണ്, പച്ചമുളക് എരിവിനനുസരിച്ചാണ്. മഞ്ഞപ്പൊടി 1 സ്പൂണ് താഴെ കൊടുക്കുക. ഇളക്കി കൊടുക്കുക. തൈര് ഏകദേശം ഒരു 100 ഗ്രാം. നമ്മൾ മസാല അയച്ചാൽ നമ്മൾ അടുത്തിടാൻ പോകുന്നത് സമുദ്ര ബിരിയാണി മസാല. 1 കിലോക്ക് 1 ടേബിൾ സ്പൂൺ ആണ്. അപ്പൊ 2 കിലോക്ക് 2 ടേബിൾ സ്പൂൺ. ആർക്കെങ്കിലും സമത് ബിരിയാണി മസാല വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സമത് ബിരിയാണി മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ കൂടുതൽ മസാല പൊടികളുടെ ആവശ്യമില്ല അല്ലേ നജീബേ? നമ്മൾ വേറെ അഡീഷണൽ ആയിട്ട് മഞ്ഞപ്പൊടി മാത്രമല്ല കൊടുത്തത്. പിന്നെ എരിവിന് നമ്മൾ പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കണം, ചേർക്കാം അല്ലേ? മുളക് പൊടി ആവശ്യം വരില്ല, കാരണം നമുക്ക് മീനിലെ ആവശ്യം മുളക് പൊടി വരുന്നുണ്ട്. നീരിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന കല്ലുപ്പാണ്. നമ്മൾ മസാല ആവശ്യം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വെക്കാം. മീൻ പൊരിച്ച് റെഡി ആവുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ചപ്പ്, പുതിന, വേപ്പില 1 പിടി എല്ലാം കൂടി. സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കറിവേപ്പില, സമുദ്ര ബിരിയാണി മസാല കുറച്ച് കൊടുക്കുക. കുറച്ച് ബിരിയാണി മസാലയും കൂടി ചേർക്കുക. ഉള്ളി നമ്മൾ പൊരിക്കുമ്പോൾ പൊടിഞ്ഞു വരണ്ടില്ലേ, ഏകദേശം ബ്രൗൺ കളർ ഉള്ളി വരാൻ പാടില്ല, ഓവർ കരിയാൻ പാടില്ല. പിന്നെ അതേപോലെ ഈ ഒരു ക്രിസ്പി കിട്ടണം വേണല്ലേ? ശബ്ദം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് വരുമ്പോൾ നമ്മൾ ഈ സാധനം ബിരിയാണിക്ക് ആഡ് ചെയ്യുമ്പോഴാണ് ബിരിയാണി ടേസ്റ്റ് വരിക. ഈ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അതിന്റേതായ ഒരു ഫ്ലേവർ കിട്ടും. കാരണം ഈ പൊരിച്ചതിന്റെ ഒക്കെ സത്ത് അതിലേക്ക് ഇറങ്ങി കിടക്കണ്ടാവില്ല. അങ്ങനെ മീൻ നമ്മളെ വറുത്തിട്ടുണ്ട്. ചെമ്പിൽ വെക്കാൻ പോകുന്നത് ടേബിളിലേക്ക് എണ്ണ വെച്ചെടുക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഒന്ന് പരത്തി കൊടുക്കുക. ശേഷം നമ്മൾ വറുത്തെടുത്തിട്ടുള്ള മീന് ഇതിന്റെ മുകളിലൊക്കെ ഒന്ന് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. കുറേശ്ശെ തയ്യാറാക്കിയിട്ടുള്ള മസാല ഫിഷിന്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അല്ലേ? ചെറുതായിട്ടൊന്ന് നീര് കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലേ? ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ ബെറ്റർ അല്ലേ? ഉള്ളി ഒഴിച്ച് പോകാൻ ഗ്രാമ്പു, ഏലക്ക, പട്ട ഒരു കുടിക്കുന്നു. നമ്മൾ വറ്റിച്ചെടുക്കല്ലേ? അപ്പൊ വെള്ളത്തിന്റെ അളവ് ജോക്കറാണ്. 1:1 1.5 1:1. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് കല്ലുപ്പിട്ട് കൊടുക്കുക. 20 മിനിറ്റോളം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഊറ്റിയിട്ട് ഇതാ ഇനി തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരി വേവുള്ളൂ, തിളക്കാതെ ഒഴിച്ചാൽ അരി വേവില്ല. അരി പൊട്ടി പോകണം. നമ്മൾ വെള്ളം ഏകദേശം ഒറ്റുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഫുള്ള് ഒറ്റ കഴിയുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തീ ഓഫ് ചെയ്യാം. വാഞ്ചൽ വെച്ച് കഴിഞ്ഞാൽ മീനില്ല പൊടിയില്ല. നമ്മൾ ചോറ് എടുക്കുന്ന സമയത്ത് അടിച്ചോടുക്കുന്ന സമയത്ത് അതായത് നമ്മൾ ഇനിയിപ്പോ റൈസ് ഇതിന്റെ മുകളിൽ ഇടുമല്ലോ, മുകളിൽ ഇട്ടിട്ട് ദമ്മാക്കി കഴിഞ്ഞ് ദമ്മ് പൊട്ടിച്ചിട്ട് റൈസ് മാറ്റുന്ന സമയത്ത് നമ്മൾ കോരുമ്പോ അടിച്ചോടുക്കുമ്പോ അടിച്ചോറ് കോരുമ്പോ ആ മീനും കൂടെ പൊട്ടി പോരും. പൊട്ടാതൊക്കെ വേണ്ടി ചെയ്യണം നമ്മൾ വാഞ്ചൽ വെക്കുന്നത്. നമ്മൾ ചോറ് ദമ്മാക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇത് മസാല ചൂടാക്കുക, മാറ്റി ചോദിക്കുക, ചോറ് കുത്തിയേച്ച് ദമ്മാക്കാൻ പറ്റും. അപ്പൊ മസാല വീണ്ടും ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തൊരു വിറകടുപ്പത്തിലേക്ക് കയറ്റി വെച്ചത്. അല്ലെങ്കിൽ ഇത് നേരിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ട് റൈസ് അതിന് മുകൾക്ക് കുത്തി കൊടുത്താൽ പോരെ? കോൺഫ്ലവറിലാണ് മീനില്ല, അപ്പൊ മീനിൽ പെട്ടെന്ന് അടി പിടിച്ചു പോകും. അപ്പൊ കോൺഫ്ലവർ മീൻ ചിലപ്പോൾ കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി വറ്റിച്ചെടുത്ത റൈസ് ഇതിന്റെ മുകളിൽ നേരെ ഇങ്ങോട്ട് പരത്തി കൊടുക്കുക. മുകളിലെ ചോറ് നേരെ ദമ്മിന് അടിയിലേക്കായിട്ട് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള, കറിവേപ്പില ദമ്മാക്കുന്ന സമയത്ത് ഇത് കയ്യിൽ നിന്ന് മേലേക്ക് പോയത്, കയ്യിൽ നിന്ന് സെന്ററിലേക്ക് പോകണം. മേലേക്ക് അരിഞ്ഞു കേട്ടോ, അടിയിക്കും പോയത് മേലേക്കും പോയത്. ബാക്കി റൈസും കൂടി നേരെ മുകളിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളെ ചോറ് ദമ്മാക്കാൻ പോകുന്നതാ. ഇപ്പൊ ഈ 2 കിലോ റൈസ് അത്യാവശ്യം നല്ല, ഇത് എത്ര കിലോ ഉണ്ടോ? 2 കിലോ. 2 കിലോ ജോക്കറായി. ജോക്കറാകുമ്പോൾ ഏകദേശം 14 കണക്കൂടാണ്. 12 മാക്സിമം 12 മേലെ പോകും.
അങ്ങനെ മസാലക്ക് മുകളിൽ റൈസൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ദം ചെയ്യാനുള്ള ബാക്കി പരിപാടിയിലേക്കാണ്. കനൽ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അടിയിൽ നിന്ന് കുറച്ച് കനലെടുത്തിട്ട് മുകളിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നോമ്പുതുറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ ബിരിയാണി ദം പൊട്ടിച്ചിട്ട് സെർവ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. റൈസൊക്കെ നന്നായിട്ടൊന്ന് കുത്തി ഉടച്ച് കഴിഞ്ഞതിന് ശേഷം തട്ടിലേക്ക് അങ്ങോട്ട് മാറ്റുക. പിന്നെ അടിച്ചോറ് താഴെ നിന്ന് ഇങ്ങോട്ട് കോരിയെടുക്കുന്ന സമയത്ത് നമുക്ക് ആ മസാലയും ആ ഫിഷൊക്കെ പൊട്ടാത്ത രീതിയിൽ ആ വാഴയിലിട്ടതിൻ്റെ സംഭവമൊക്കെ ശരിക്കും അവിടെ അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് ഫിഷ് പൊട്ടി പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇനി ആ ഫിഷും കൂടി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ തന്നെ എന്തോ രസമല്ലേ. അത് മാത്രമല്ല നല്ല അടിപൊളി സ്മെല്ലും ഉണ്ട് കേട്ടോ. വീട്ടിൽ ഈ മീൻ ബിരിയാണി കഴിച്ച ഒട്ടുമിക്ക ആൾക്കാരും നല്ല അഭിപ്രായം തന്നെയെന്ന് പറഞ്ഞത്. നമുക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക.